ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു OET ജിനൂസ് ഇൻഫോ ബോക്സ്. അപ്പോൾ നമ്മൾ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇന്ന് കാണുന്നത്. ഞാനായിരുന്നെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെയും പ്രോസസ്സിങ്ങിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പം അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു, അത് ക്ലിയറായി. അപ്പോൾ വിചാരിച്ചു അയർലൻഡിലോട്ടുള്ള പ്രോസസ്സിങ്, നഴ്സസിൻ്റെ പ്രോസസ്സിങ്ങിനെ പറ്റി ഒന്ന് പറയുവാണെങ്കിൽ അത് നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്കതിനെപ്പറ്റി കാണാം. OET ആൻഡ് IELTS എല്ലാവരും പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഓരോ ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. പിന്നെ വളരെ കുറച്ച് കാൻഡിഡേറ്റ്സ് മനസ്സിൽ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, OET IELTS ഫസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ, എന്നിട്ട് ഞാനൊരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യാമെന്നുള്ളത്. അപ്പം റിസൾട്ട് റിസീവ് ചെയ്ത് ഉടനെ തന്നെ നമ്മളൊരു ഡിസിഷൻ എടുക്കണം, എങ്ങോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു പ്ലേസ് ആയിരിക്കും എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന്. അയർലൻഡിലോട്ടുള്ള നഴ്സസിൻ്റെ പ്രോസസ്സിങ്ങിൽ ഫസ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സിങ് തുടങ്ങുന്നത് NMBIയിലാണ്. NMBI എന്ന് പറയുമ്പോൾ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് അയർലൻഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓവർസീസ് ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് ഫോം NMBIയുടെ സൈറ്റിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കണം. പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മളത് ഫില്ലപ്പ് ചെയ്ത് ബൈ പോസ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കണം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ പ്രോസസ്സിങ് ത്രൂ ഏജൻസി ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. ഞാനാണെങ്കിൽ ഡിസിഷൻ ലെറ്റർ കിട്ടുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും തനിയാണ് ചെയ്തത്. അതിനെന്നെ എൻ്റെ ഒരു കസിൻ ആണ് ഹെൽപ്പ് ചെയ്തത്. കസിൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പം എൻ്റെ കസിനാണ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ നമുക്കങ്ങനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടല്ലോ, ഫ്രണ്ട്സോ കസിൻസൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പോടുകൂടി നമുക്ക് തനിയെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഡിസിഷൻ ലെറ്റർ കിട്ടുന്ന വരെയുള്ള എല്ലാ ഒരു പ്രോസസ്സിങ്ങും. അല്ലെങ്കിൽ നമുക്ക് ഏജൻസിക്ക് കൊടുക്കാം. അപ്പോൾ ഏജൻസിയിൽ നമ്മൾ ഇതിന് വേണ്ടി ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓതറൈസേഷൻ ലെറ്റർ സൈൻ ചെയ്യേണ്ടി വരും. മോസ്റ്റ് ഓഫ് ദി ഏജൻസീസ് അങ്ങനെയാണ്. ഇനീഷ്യൽ പീരീഡിന് ഒരു ഓതറൈസേഷൻ ലെറ്റർ വാങ്ങിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഏജൻസി വഴിയാണ് ഇൻ്റർവ്യൂസും ബാക്കി കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോരുത്തരുടെ ഒരു ഇൻഡിവിജ്വൽ ഡിസിഷനാണ് കേട്ടോ. ഓവർസീസ് രജിസ്ട്രേഷൻ റിക്വസ്റ്റ് നമ്മൾ അയക്കുമ്പം നമുക്കൊരു €250 നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. €250 എന്ന് പറയുമ്പം അത് ഒരു 25,000 ഇന്ത്യൻ റുപ്പീസ് to 30,000 ഇന്ത്യൻ റുപ്പീസിന് ഇടയിലായിരിക്കും. അത് ഓരോ ദിവസത്തെയും ആ റേറ്റൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ നമ്മളിത് ഇനിഷ്യലി ഞാൻ പറഞ്ഞു NMBIയുടെ വെബ്സൈറ്റിൽ നിന്ന് ഈ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഫില്ലപ്പ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് മെയിനായിട്ടും നമ്മൾ കൊടുക്കേണ്ട കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ അകത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യണം. ഓക്കെ, അവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്തതിന് ശേഷം ഡിവിഷൻ ചോദിച്ചിട്ടുണ്ടാകും. ഇന്ത്യൻ നഴ്സസ് മിക്കവാറും ജനറൽ എന്നുള്ള കാറ്റഗറിയിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലൈസേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് അതിൽ വേരിയേഷൻ വരത്തുള്ളൂ. അതപ്പോൾ ഓരോരുത്തർക്കും ആപ്റ്റ് ആയത് എന്താണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ TRF നമ്പർ റെഫറൻസിന് വേണ്ടി അവിടെ കൊടുക്കണം. അപ്പോൾ OET എഴുതിയവർക്കാണെങ്കിൽ അവരുടെ TRF നമ്പർ ഉണ്ടാവും, റെഫറൻസ് നമ്പർ. അതല്ലെങ്കിൽ IELTSൻ്റെ ആണെങ്കിൽ IELTSൻ്റെ TRF നമ്പർ അവിടെ റെഫറൻസിന് വേണ്ടി കൊടുക്കണം. പിന്നീട് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ്. അതെന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു €250 ഇതിന് നമ്മൾ സ്പെൻഡ് ചെയ്യണം ഈ ഫോം അയക്കുമ്പം. കാരണം എന്നാൽ മാത്രമാണ് നമ്മൾ ഈ റിക്വസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷം ഓവർസീസ് രജിസ്ട്രേഷൻ പാക്ക് നമുക്ക് അയച്ചു തരത്തുള്ളൂ. അപ്പം അവിടെ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, ഈ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഡീറ്റെയിൽസ് നമ്മുടെ നാട്ടിലുള്ള അക്കൗണ്ടിൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ് കൊടുക്കുന്നതെങ്കിൽ എപ്പോഴും ബാങ്കിലൊന്ന് ഇൻഫോം ചെയ്തിരിക്കണം. അതായത് ഇങ്ങനൊരു ഓവർസീസ് ട്രാൻസാക്ഷൻ നടക്കാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്തേക്കുക. നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഈ €250 ആ ഒരു മണി ഡിഡക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അയച്ച ഓവർസീസ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓവർസീസ് രജിസ്ട്രേഷൻ പാക്ക് നമുക്ക് ഉടനെ അവർ അയച്ചു തരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇന്ത്യ വരെ ബൈ പോസ്റ്റ് വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1.5 വീക്കൊക്കെ എടുക്കും. അപ്പം അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാക്കിനുള്ളിൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻസിൻ്റെ നല്ല പോലെ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അതിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ അകത്തെ റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ജനറലി പറയുവാണെങ്കിൽ 2 സെക്ഷൻസാണ് ഇതിലുള്ളത്. ഒന്ന് സെക്ഷൻ 1ഉം രണ്ടാമത് സെക്ഷൻ 2ഉം. അപ്പോൾ സെക്ഷൻ 1 സെക്ഷൻ 2ഉം എങ്ങനെ കൃത്യമായി എറർ ഇല്ലാതെ ഫില്ല് ചെയ്ത് അയക്കാമെന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻസാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ പാക്കിലുണ്ടല്ലോ, അതായത് ഈ രജിസ്ട്രേഷൻ പാക്കിൽ
നമ്മുടെ റെഫറൻസ് നമ്പർ ഉണ്ടാകും. അതെപ്പോഴും ആ ഒരു എല്ലാ പേജുകളുടെയും റൈറ്റ് ഹാൻഡ് കോർണറിലുണ്ടാകും നമ്മുടെ റെഫറൻസ് നമ്പർ. ആ പാക്കറ്റിലും ഉണ്ടാകും റെഫറൻസ് നമ്പർ. പിന്നെ ഇത് ഉള്ളിൽ തുറന്നു കഴിയുമ്പോഴാണെങ്കിൽ ഒരു സെക്യൂരിറ്റി കോഡ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന ഗൈഡ് ലൈൻസ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ റെഫറൻസ് നമ്പറും സെക്യൂരിറ്റി കോഡും കൊണ്ട് NMBAയുടെ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രോസസ്സിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുമ്പോട്ട് പോകുമ്പം അതിനെ മോണിറ്റർ ചെയ്യുന്നതിന് ഈ അക്കൗണ്ട് വേണം. ഈ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അതുകൊണ്ട് കൃത്യമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ സ്റ്റേറ്റസ് അപ്ഡേഷനൊക്കെ നടക്കുന്നത് ഇതിലാണ്. അപ്പം ഏത് സ്റ്റേജിലെത്തി, ഇനി എത്ര നാളെടുക്കും നമുക്ക് DL കിട്ടാൻ, ഇനി അതും കഴിഞ്ഞ് DLും ഒക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ എംപ്ലോയറെയൊക്കെ കണ്ടുപിടിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോഴും എന്താ പറയുന്നത്, ഈ അക്കൗണ്ടിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ അഡ്രസ്സ് അതിൽ അപ്ഡേറ്റ് ചെയ്യണം. കാരണം വൺസ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ പാസ്സായി കഴിയുമ്പോൾ നമ്മുടെ പിൻ നമ്പറിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇതിലാണ് നടക്കുന്നത്. അപ്പോൾ ആ അഡ്രസ്സൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും നമുക്കവർ പിൻ നമ്പറൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യതയോടുകൂടി സൂക്ഷിക്കുക. പിന്നെ അക്കൗണ്ട് സെറ്റിങ്ങിനുള്ള എല്ലാ ഗൈഡ് ലൈൻസും ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇനി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് നിങ്ങൾ അതിലൂടെ കടന്നു പോയാൽ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സെക്ഷൻ 1 പറ്റിയാണ് സംസാരിക്കുന്നത് കേട്ടോ. അതായത് ഈ ഓവർസീസ് രജിസ്ട്രേഷൻ പാക്ക് നമുക്ക് കയ്യിൽ കിട്ടി, നമ്മൾ അക്കൗണ്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ സെക്ഷൻ 1 കിടക്കുകയാണ്. സെക്ഷൻ 1 എന്ന് പറയുമ്പം ഇത് ഓരോ കാൻഡിഡേറ്റും സെൽഫായിട്ട് ഫില്ലപ്പ് ചെയ്ത് NMBAക്ക് റിട്ടേൺ ചെയ്യേണ്ടതാണ്. റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇതിലൂടെ ആഡ് ചെയ്യണം. സെക്ഷൻ 1 A to J ഇത്രയും സെക്ഷൻസ് ആണുള്ളത്. അതായത് A മുതൽ J വരെയുള്ള സെക്ഷൻസ്. ഇനി ഇതിനകത്ത് A സെക്ഷനിൽ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഫില്ലപ്പ് ചെയ്യുന്നത്. ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി റിക്വസ്റ്റ് ഫോം സബ്മിറ്റ് ചെയ്തപ്പം അതിൽ ആഡ് ചെയ്തിരിക്കുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ഓൾറെഡി പ്രിൻറ്റഡ് ആയിരിക്കും. അപ്പം ബാക്കി ഇനി എന്തൊക്കെ ഫില്ലപ്പ് ചെയ്യാൻ ബാക്കിയുണ്ട്, റിമൈനിങ് ആയിട്ടുണ്ടോ, അത് മാത്രം നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആണെങ്കിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് വേണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിതിന് പ്രിഫർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ സ്പെസിഫിക്കേഷൻസ് അതിനകത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് അയർലൻഡിന് പ്രോസസ്സിങ് ചെയ്യുമ്പം യൂസ് ചെയ്യാറുള്ളത് സാധാരണ. അപ്പോൾ ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ അതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യുമ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ബാക്കിൽ നമ്മുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക, പിന്നെ റെഫറൻസ് നമ്പർ എഴുതുക, എന്നിട്ട് വേണം അവിടെ പേസ്റ്റ് ചെയ്യാൻ. പിന്നെ സെക്ഷൻ Bയിലോട്ട് വരുമ്പം ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ആണ് ഈ സെക്ഷനിൽ. അതായത് സെക്ഷൻ എന്ന് പറയുമ്പോൾ A to Jയിലെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതിൽ Bയിൽ വരുന്നത്, B എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുമ്പോഴത്തേക്കും ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ആണ്. നോട്ടറി ചെയ്ത ഒരു പാസ്പോർട്ടിൻ്റെ കോപ്പി നമ്മൾ അതിൻ്റെ അകത്ത് അയക്കുമ്പോൾ കൂടെ അയക്കണം. പിന്നെ ഇനി ആർക്കെങ്കിലും ഇതിൽ കൊടുത്തിരിക്കുന്ന പേരും ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേരുമായിട്ട് എന്തെങ്കിലും വേരിയേഷൻസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇനി സബ്മിറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് ഏതെങ്കിലും ഇംഗ്ലീഷിലല്ലെങ്കിൽ സർട്ടിഫൈഡ് ട്രാൻസ്ലേറ്റേഴ്സിനെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ്സും ആഡ് ചെയ്യണം. സാധാരണ കാൻഡിഡേറ്റ്സിന് ഇതിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല കേട്ടോ. പിന്നെ C എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഫസ്റ്റ് ടൈം മെൻഷൻ ചെയ്തിരുന്നു, ഏജൻസി ത്രൂ ആണെങ്കിൽ നമ്മൾ ഏജൻസിയുടെ അഡ്രസ്സ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, NMBA എപ്പോഴും ഒരു പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ അവർ ഏജൻസിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ ഒരു ഏജൻസിയെ മാത്രമേ കോൺടാക്ട് ചെയ്യുള്ളൂ. ഇൻ ബിറ്റ്വീൻ ഇപ്പം കാൻഡിഡേറ്റിന് കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, ഏജൻസി ത്രൂ തന്നെയാണ് നടക്കത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ സെൽഫായിട്ടുള്ള ഇൻഫർമേഷനാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളായിരിക്കും NMBA ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, ഇനി Dയിൽ വരുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൈമറി ക്വാളിഫിക്കേഷൻ. അപ്പം ഇവിടെ എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് E എന്ന് പറയുന്ന പാർട്ടിൽ വരുന്നത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പം രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിൽ എന്ന് പറയുമ്പോൾ ചിലർക്ക് പഠിച്ചത് ഒരു സ്റ്റേറ്റിലായിരിക്കും, പിന്നെ ഇപ്പോൾ ആക്റ്റീവായിട്ട് രജിസ്ട്രേഷൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഉള്ളത് വേറെ സ്റ്റേറ്റിലായിരിക്കും. അതൊക്കെ ഓരോ കാൻഡിഡേറ്റിനും ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ഒരു എക്സ്പീരിയൻസും വർക്ക് ചെയ്ത സ്ഥലമൊക്കെ വെച്ചിട്ട്. അപ്പം രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എല്ലാം ക്ലാരിറ്റിയോട് കൂടി തന്നെ നമ്മൾ ഈ പാർട്ടിൽ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി F പാർട്ടിൽ വരുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആൻസർ ചെയ്യണം.
അവിടെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് നമ്മളുടെ അതായത് ഓരോ കാൻഡിഡേറ്റിനും ചേരുന്ന രീതിയിൽ അത് ആൻസർ ചെയ്ത് വിടുക. പിന്നെ ജി സെക്ഷനിൽ വരുന്നത് ഡീറ്റെയിൽസ് ഓഫ് പ്രൊഫഷണൽ പ്രാക്ടീസ്, അതായത് നമ്മുടെ എക്സ്പീരിയൻസ്. ഇപ്പോൾ ചിലർ ഒരു ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും പഠിച്ചിറങ്ങിയതിന് ശേഷം വർക്ക് ചെയ്തിട്ടുണ്ടാവത്തുള്ളൂ. അപ്പോൾ അവർക്കാണെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ മാത്രം അവിടെ കൊടുത്താൽ മതി അവർ ചോദിക്കുന്നതിനനുസരിച്ച്. പക്ഷേ ചിലർക്കൊക്കെ ആണെങ്കിൽ 3-4 ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഫർമേഷൻ എല്ലാം അവിടെ കൃത്യമായിട്ട് കൊടുക്കുക. ഇനി എച്ച് പാർട്ടിൽ എന്താ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ റിഗാർഡിങ് എനി ഗ്യാപ്പ് ഓർ ഓവർലാപ്പ്. അപ്പോൾ ചിലപ്പോൾ മിക്ക കുട്ടികൾക്കും പറ്റുന്നൊരിതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിറങ്ങി റിസൾട്ട് വന്ന് നമ്മുടെ ഫസ്റ്റ് രജിസ്ട്രേഷൻ ആകുമ്പോഴേക്കും ഒരു 3-4 മാസം അല്ലെങ്കിൽ ഒരു 4 to 6 months ഒക്കെ ഒരു ഗ്യാപ്പ് അവിടെ വരും. നമ്മൾ ചിലപ്പോൾ അതിന് മുമ്പേ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് രജിസ്ട്രേഷൻ തുടങ്ങുന്ന ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു സമയപരിധിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ മിക്കവാറും അവർ പ്രോസസ്സിങ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അതിന് ക്വയറിയൊക്കെ അയക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഐ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത് ഡിക്ലറേഷനാണ്. അതായത് ഞാൻ എബവ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഫർമേഷനും ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും ഒക്കെ റിലയബിൾ ആണ് എന്നുള്ള രീതിയിൽ അതിന് ഡിക്ലറേഷനും സിഗ്നേച്ചറും ഒക്കെ കൊടുക്കുക. പിന്നെ ഏറ്റവും അവസാനം ജെ സെക്ഷനിൽ വരുന്നത് ഒരു ചെക്ക് ലിസ്റ്റാണ്. ഈ ചെക്ക് ലിസ്റ്റ് ആക്ച്വലി വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ബിക്കോസ് നിങ്ങൾ ഈ സെക്ഷൻ 1 കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഈ ചെക്ക് ലിസ്റ്റ് നോക്കുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാവും ഞാൻ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റ് ഏറ്റവും അവസാനം ചെക്ക് ചെയ്ത് അത് കൃത്യമായിട്ട് നോക്കിയതിന് വെരിഫൈ ഒക്കെ ചെയ്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ചെയ്യണം. സെക്ഷൻ 1 ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൻ്റെ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. ഇനി വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഭാഗങ്ങളും ഇപ്പോൾ ഈ A to J വരെയുള്ള ഓരോ പാർട്ടും ഫില്ലപ്പ് ചെയ്യുമ്പം വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. കാരണം അതിൻ്റെ എറേഴ്സ് ഉണ്ടാവാൻ പാടില്ല. മാക്സിമം ഡോക്യുമെൻറ്റ്സൊക്കെ ചെക്ക് ചെയ്ത് അത് ആ ഡോക്യുമെൻറ്റ്സിലുള്ള പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഈ NMAയുടെ പാക്കിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന കാര്യവും പിന്നെ സെക്ഷൻ 1 കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചും എനിക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും കസിൻസിൻ്റെ അടുത്തു നിന്നും കിട്ടിയ ഇൻഫർമേഷൻ വെച്ചുമാണ് നിങ്ങളുടെ അടുത്ത് ഡിസ്ക്രൈബ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. മാത്രമല്ല വേറെ ഏതെങ്കിലും അഡീഷണൽ ഇൻഫർമേഷനൊക്കെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതും കമൻറ്റ്സ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ്. കാരണം അതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഒരുപാട് നേഴ്സസ് അയർലൻഡിന് പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ അറിയാവുന്നവർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള നെക്സ്റ്റ് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ഫോർ നെക്സ്റ്റ് വീഡിയോസ്. താങ്ക് യു.